ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആദ്യമായി ഒരു പുതിയ ഫോൺ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കായിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു മെയിൽ ഐ ഡി, അത് നമ്മൾ എല്ലാവരും ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഫോണിലോ നോർമലി പ്ലേ സ്റ്റോർ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു മെയിൽ ഐ ഡി വേണം. അപ്പോൾ ഈ മെയിൽ ഐ ഡിയിൽ തന്നെ നമ്മുടെ എല്ലാ ബാക്കപ്പുകളും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് ഉദാഹരണം പറഞ്ഞാൽ വാട്സപ്പിൻ്റെ സെറ്റിങ്ങിൽ പോയി ചാറ്റ് ബാക്കപ്പിൽ ഈ മെയിൽ ഐ ഡി ഇട്ട് എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ത്രൂ ബാക്കപ്പ് എനേബിൾ ചെയ്തിടാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും നെറ്റ് അൺലിമിറ്റഡ് ആണ്. സോ മൊബൈൽ ഡാറ്റ വഴി തന്നെ നിങ്ങൾക്ക് നെറ്റ് എനേബിൾ ചെയ്തിടാം. അതേപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റ്, അപ്പോൾ ഒരു കോൺടാക്റ്റ് സേവ് ചെയ്യാൻ നേരത്തെ അത് എവിടെയാണ് സേവ് ആവുന്നതെന്ന് നോക്കുക. ആ സേവ് ആവുന്ന കോൺടാക്റ്റ് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിലേക്ക് തന്നെ സേവ് ആവുന്ന രീതിയിലാക്കുക. അപ്പം ഫോൺ നഷ്ടപ്പെട്ടാലും അത് ബാക്കപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ്, ഗൂഗിളിൻ്റെ തന്നെ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ബാക്കപ്പ് എനേബിൾ ചെയ്തിടുക. സോ അങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കോൺടാക്ട്സ്, അതുപോലെ തന്നെ ഫോട്ടോസ്, വാട്സപ്പ് ചാറ്റ്, ഇതൊന്നും ഒരു ഫോൺ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ കാര്യങ്ങൾ തിരിച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത് നിങ്ങളുടെ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നമുക്ക് റിക്കവർ ചെയ്യാൻ ഈസിയാണ്. സോ വൺസ് അഗെയിൻ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. Please subscribe my channel. Please follow and share my channel. Thank you.